ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കുറച്ച് ഗുണങ്ങളെക്കുറിച്ചും അതുപോലെ അത് കിട്ടാതെ വന്നാൽ നല്ല ലൈംഗികതയില്ലെങ്കിൽ സ്ത്രീ ശരീരം റെസ്പോൺസ് ചെയ്യുന്ന രീതികളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ നല്ല ലൈംഗികതയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് സ്ത്രീക്കും ഉണ്ട്, പുരുഷനും ഉണ്ട്. പ്രത്യേകിച്ച് അത് ശരീരത്തെ മനസ്സിനെയും വളരെ പോസിറ്റീവായിട്ടാണ് അത് സ്വീകരിക്കുന്നത് ശരീരം. അപ്പോൾ സ്ത്രീക്കും പുരുഷനും ഇത് ഒരുപോലെ ബാധകമാണ്. ശരീരത്തിനും മനസ്സിനും നല്ലൊരു റിലാക്സേഷനാണ്, എന്നുവെച്ചാൽ നാച്ചുറലായിട്ടുള്ള ഒരു നല്ല റിലാക്സേഷനാണ് പ്രത്യേകിച്ച് ഓർഗാസം സമയത്ത്, ഇജാക്കുലേഷൻ സമയത്ത് സംഭവിക്കുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഹോർമോണുകൾ ഈ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ ചെയ്യുന്ന രീതിക്കനുസരിച്ച് ഡോപ്പാമൈൻ, അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, അതുപോലെ ഈ ഓർഗാസ സമയത്ത് സ്ത്രീകളിൽ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. ഇത് ബ്രസ്റ്റ് ഫീഡിനും ലാക്ടേഷനും ഒക്കെ ശരിക്കും സഹായിക്കും. ഈ ഹോർമോണുകൾ കാരണമാണ് ഇത് കഴിയുമ്പോൾ നമുക്ക് നല്ല സെക്സൊക്കെ കഴിയുമ്പോൾ ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണം തോന്നുന്നു. പക്ഷേ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും, ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ ക്ഷീണം ഉണ്ടാകുന്നത്. ചില പുരുഷന്മാരൊക്കെ തെറ്റിദ്ധരിക്കും ഈ സെക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്ഷീണം വരുന്നത് സെക്സ് ക്ഷീണത്തിന് കാരണമാകുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല, അതൊരു റിലാക്സേഷനാണ്. ആ സ്ലീപ്പിംഗ് എഫക്റ്റ് വരുന്നത് റിലാക്സേഷൻ കൊണ്ടാണ്. അത് ശരീരത്തിന് വളരെ ഗുണകരമാണ്. അപ്പോൾ ഈ കളിക്കുന്ന സമയത്ത് കിട്ടുന്ന റിലാക്സേഷനും അല്ലാതെ കിട്ടുന്ന റിലാക്സേഷനുമായിട്ട് വ്യത്യാസമുണ്ട്. നല്ല ലൈംഗികത എന്ന് പറയുന്നത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സങ്കീർണമായ പ്രോസസ്സിംഗ് ആണ്. ഇതിനു വേണ്ടി ശരീരത്തിൻ്റെ എല്ലാ നാഡീ ഞരമ്പുകളും ആക്റ്റീവ് ആകണം. ഇത് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു, പ്രഷർ കൂടുന്നു, ശരീരം നന്നായിട്ട് വലിഞ്ഞു മുറുകുന്നു. അങ്ങനെ നന്നായിട്ട് വലിഞ്ഞു മുറുകി അവസാനം ഈ ഓർഗാസ സമയത്ത് അല്ലെങ്കിൽ ഇജാക്കുലേഷൻ സമയത്ത് നമുക്ക് വല്ലാതെ റിലാക്സേഷനിലോട്ട് പോകുന്നു. വലിഞ്ഞു മുറുകിയിട്ട് കിട്ടുന്ന റിലാക്സേഷൻ ഒരു പ്രത്യേക എഫക്റ്റാണ്. നല്ലൊരു ഒരു സെക്സ് എന്ന് പറയുമ്പം എനിക്കൊന്ന് പുരുഷനെക്കാട്ടിലും കൂടുതൽ സ്ത്രീ ശരീരത്തിനാണ് അതിന് കൂടുതൽ ഗുണം. കാരണം അവരുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് മാർദ്ദങ്ങളിൽ പിടിക്കുമ്പോഴും അതുപോലെ നിതംബങ്ങളിലൊക്കെ ശക്തമായിട്ട് പിടിക്കുമ്പോഴൊക്കെ ഇവർക്കൊരു വല്ലാത്ത റിലാക്സേഷൻ കിട്ടുന്നത്. ഇതിനകത്ത് ചെറുതും വലുതുമായിട്ടുള്ള സ്പർശനങ്ങളുണ്ട്, ആലിംഗനങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫുൾ ബോഡി റിലാക്സേഷൻ മസാജിനെക്കാട്ടിലും ഇഫക്റ്റീവാണ് നല്ലൊരു കളി എന്ന് പറയുന്നത്. അതുപോലെ ഈ അടിക്കുന്ന സമയത്ത് അവർ കണ്ണടച്ചുകൊണ്ടാണ് കിടക്കുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് ആസ്വദിക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. ഈ സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ശരീരത്തെ ഏറ്റവും അടുത്തറിയുവാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില അവയവങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ടെന്ന് പോലും ചില സ്പർശനത്തിൽ കൂടിയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റാത്ത തീക്ഷ്ണമായ പല ഭാഗങ്ങളും ഉള്ളിലുണ്ട്. ഈ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് നെർവെൻഡിങ്സ് ഒക്കെ ഉള്ള ഭാഗങ്ങളാണ് ക്രിസരി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഒരുപാട് റിലാക്സേഷൻ വേറെയുണ്ട്. എന്ന് വെച്ചാൽ സ്നേഹം പങ്കിടുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് വളരെ തീവ്രമാണ്. പ്രത്യേകിച്ച് ഈ പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ച് ഒത്തിരി സ്നേഹമുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്വാതന്ത്ര്യം ഉള്ള ഒരാളുമായിട്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു വല്ലാത്ത ഒരു ത്രില്ലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ സ്നേഹമുള്ളവരോട് സെക്സ് ചെയ്യാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കും. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ ഒരു റിലാക്സേഷൻ സൈക്കോളജിയാണുള്ളത്. ഇത്രയൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം, ഇത്രയൊക്കെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം, അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം, നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ സമയത്തുണ്ട്. ഇത്രയും റിലാക്സേഷനുള്ള ഒരു കാര്യം കിട്ടാതെ വരുന്ന സമയത്ത് ശരീരം അതിനെതിരെ പ്രതികരിക്കും. ശരീരം തന്നെയല്ല, മനസ്സും. ഇത് ചില സ്ത്രീകളെ സംബന്ധിച്ച് ഇത് കിട്ടാതെ വരുമ്പോൾ അവർക്ക് വല്ലാത്ത ഫ്രസ്ട്രേഷനാണ്. പ്രത്യേകിച്ചും ഇത് നന്നായിട്ട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നന്നായിട്ട് അനുഭവിച്ചവരെ സംബന്ധിച്ച് കുറച്ച് കാലമെങ്കിലും ഇത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പം ഇത് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വരുന്നവരെ സംബന്ധിച്ച് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യും. എനിക്ക് പരിചയമുള്ള ഒരു ആൻറ്റി ഉണ്ട് കേട്ടോ. പുള്ളിക്കാരിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, എവരിതിങ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇത് മാത്രമില്ല, സാഹചര്യവശാൽ ഈ ബന്ധപ്പെടൽ തീരെയില്ല. അവരോട് നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോഴൊക്കെ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഒരു കുറവ് അവരറിയാതെ
അവരുടെ ശരീരവും അവരുടെ മനസ്സും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഫ്രസ്ട്രേഷൻ അവർ തീർക്കുന്നത് പല രീതിയിലാണ്. ശരീരത്തിലാണെങ്കിലും പല ഭാഗങ്ങളിലും വേദന വരുന്നു, ഒരു ഉന്മേഷക്കുറവ്. അതുപോലെ തന്നെ മനസ്സിലാണെങ്കിലും ഒരു വല്ലാത്ത ചില സമയത്ത് മറ്റുള്ളവരെ കുറ്റം പറയാൻ തോന്നുന്നു, വിമർശിക്കാൻ തോന്നുന്നു. പക്ഷേ ചിലവരുണ്ട് ഈ സെക്സ് എനർജിയെ ട്രാൻസ്ഫോം ചെയ്ത് മെറ്റ് എനർജിയാക്കി മാറ്റും. അങ്ങനെയുള്ളൊരു വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകാൻ പറ്റും. എന്നാലും അവർ സ്വയംഭോഗം ചെയ്യുന്നത് നല്ലതാണ്. അതിൽ കൂടി കുറേയൊക്കെ പരിഹാരം ഉണ്ടാക്കാനും റിലാക്സ് ചെയ്യാനും പറ്റും. പക്ഷേ നന്നായിട്ട് അടിച്ചും പിഴിഞ്ഞുമൊക്കെ ജ്യൂസ് എടുക്കുന്ന ഒരു സുഖം ഇതിന് കിട്ടില്ല. കാരണം എപ്പോഴും ഒരു ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്നതും 2 പേരുമായിട്ടൊരു ജോലി ചെയ്യുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമില്ലേ. എന്ന് കരുതി അസുഖം വരുന്നവർക്കും വേദന വരുന്നവർക്കും എല്ലാം ഇതിൻ്റെ കുറവാണെന്ന് വിചാരിക്കരുത്. അപ്പം ഞാൻ നേരത്തെ ആ ആൻറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ അവർക്ക് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സമയങ്ങളിലും ഓരോ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഫിസിക്കലി തന്നെ പല സ്ഥലങ്ങളിലും വേദനകൾ വരുന്നു, ഉടനെ ഹോസ്പിറ്റലിൽ പോകുന്നു. എന്നാൽ ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കുമ്പോൾ എല്ലാം നോർമലാണ്. കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്ത്രീകൾ പെട്ടെന്നങ്ങ് പ്രായമാകാൻ തുടങ്ങും. ഒരു 50 വയസ്സ് അങ്ങോട്ട് കഴിയുമ്പോഴേ 70 വയസ്സിൻ്റെ ഒരു ഫീലിങ്സ് തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് വളരെ രസകരമായൊരു കാര്യമുണ്ട്. പുറമേ എല്ലാവരും വളരെ ഹാപ്പിയാണ് കേട്ടോ. പുറമേ സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ വളരെ ഇതുമായിട്ട് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്നുള്ള രീതിയാണ്. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്ന 2 സാഹചര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, ഇത് നന്നായിട്ട് അനുഭവിക്കുകയും ഇത് നന്നായിട്ട് കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. മറ്റേത് ഒട്ടുമില്ലാത്ത സാഹചര്യം. എന്ന് വെച്ചാൽ ഒരു രീതിയിലും അങ്ങോട്ട് റിലാക്സേഷൻ കിട്ടാത്ത രീതിയിലുള്ള സാഹചര്യം. അപ്പം ഞാനീ പറയുന്ന ഒരു പാർട്ട് മാത്രമാണ് കേട്ടോ ലൈഫിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ. അല്ലാതെ ആരോഗ്യം എന്ന് പറയുന്നത് മൊത്തവും ഇതിനെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല. ചില സ്ത്രീകളെ സംബന്ധിച്ച് ലൈംഗികത ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം അവർ നേരത്തെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ സുഖകരമായ കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ശരീരത്തിനും മനസ്സിനും കൂടുതലായിട്ട് അറിയില്ല. എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഇത് നന്നായിട്ട് ആസ്വദിക്കുകയും പറന്നടിക്കുകയൊക്കെ ചെയ്തൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യവശാൽ ഒരു ഘട്ടം കഴിയുമ്പം അതിന് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്നവരെ ഈ ഫ്രസ്ട്രേഷൻ ഇൻഡയറക്റ്റായിട്ട് ബാധിക്കാം. ആ നേരത്തെ ഞാൻ പറഞ്ഞ ആൻറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സമയത്ത് നന്നായിട്ട് ആസ്വദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവർ പറയുമായിരുന്നു ഈ ഓർഗാസം കഴിയുന്ന സമയത്ത് ഇവർ കുറേ നേരം ചിരിക്കുമായിരുന്നു. അപ്പോൾ എന്താണ് കാരണമെന്നൊന്നും അറിയില്ല, ഇത് കഴിഞ്ഞിട്ട് കുറേ നേരം ചിരിക്കുമെന്ന്. അപ്പോൾ അത്രയേറെ സന്തോഷമായിട്ട് ഇത് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പുള്ളിക്കാരിക്കൊരു സജഷൻ പറഞ്ഞു കൊടുത്തു. ഈ രീതിയിൽ 1 മാസം ഒന്ന് ചെയ്യാൻ പറഞ്ഞു, ആഴ്ചയിൽ 2 പ്രാവശ്യം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഏത് രീതിയിലാണെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷേ അവർക്ക് അതിനെക്കുറിച്ച് അത്ര അറിയില്ലായിരുന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വന്നു. നമ്മൾ അതിശയിച്ചു പോവും, ആ 1 മാസം മുമ്പ് കണ്ട ആളെ അല്ലിത്. ഇപ്പം ശരീരം കണ്ടാൽ തന്നെ ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ഫീല്. അതുപോലെ തന്നെ തലമുടി കെട്ടുന്ന സ്റ്റൈലൊക്കെ മാറി, ഡ്രസ്സിങ് സ്റ്റൈൽ മാറി. ഇപ്പം സംസാരത്തിനതൊന്നും ഒരു നിരാശയില്ല, വളരെ ഹാപ്പിയാണ്, തമാശ പറയുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉള്ളിൽ നിന്ന് വരുന്ന സംതൃപ്തമായ ഒരു മനസ്സിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഒരു ചിരിയുണ്ടല്ലോ, അതും ഈ പുറമെ പ്രകടിപ്പിക്കുന്നതായിട്ട് ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ റിയൽ ഫ്രസ്ട്രേഷന് കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനൊരു സജഷൻ പറയാൻ പറ്റിയത്. പക്ഷേ എല്ലാവരുടെയും അങ്ങനെ ആകണമെന്നില്ല. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഈ നല്ല ലൈംഗികതയുടെ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ റിലാക്സേഷനെക്കുറിച്ചും അത് നിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനെക്കുറിച്ചുമാണ്. എനിവേ, നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.